സ്വപ്ന സുരേഷ് ഇതേക്കുറിച്ച് പ്രതികരിച്ചിരുന്നു. താൻ അന്ന് പറഞ്ഞതെല്ലാം സത്യമാണെന്ന് തെളിയുന്നുവെന്നായിരുന്നു സ്വപ്ന സുരേഷിന്റെ പ്രതികരണം. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കുറിച്ച് താൻ അന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ സത്യമായി വരികയല്ലേ എന്നും സ്വപ്ന സുരേഷ് ചോദിക്കുന്നു. നടന്നത് എന്താണെന്നുള്ളത് ഓരോന്നായിട്ട് ഇവരുടെയൊക്കെ വായിന്ന് വരുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും ഇപ്പോഴെങ്കിലും ധൈര്യം കാണിച്ചല്ലോ വെളിയിൽ വന്ന കാര്യങ്ങൾ പറയാൻ. കുറച്ചും കൂടി വ്യക്തതയോടെ പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചും കൂടി ഓക്കെ ആയിരുന്നേനെ. അതല്ലെങ്കിൽ ഷാജ് കിരൺ ഇന്ന് തന്നെ എല്ലാരോടും പറയുന്നുണ്ടല്ലോ, അപ്പോഴപ്പോഴുള്ള കാര്യങ്ങൾ മിസ്റ്റർ അജിത് കുമാറിനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോ ഹി ടോൾഡ് ഷാജ് കിരൺ ടു ഒബ്സർവ് ഓൺ വാട്ട് ഗ്രൗണ്ട്, ഓൺ വാട്ട് ബേസിസ്, വാട്ട് ഡസ് ഷാജ് കിരൺ ഗോട്ട് ടു ഡു വിത്ത് അവർ ഇഷ്യൂസ് അല്ലെങ്കിൽ സ്വർണ്ണക്കടത്ത്, വാട്ട് ഇസ് ദി ഇൻട്രസ്റ്റ് ഓഫ് ADGP അജിത് കുമാർ ദെൻ. ഈ ഒന്നാം നമ്പർ എന്ന് ഷാജ് കിരൺ റിപ്പീറ്റഡ്ലി അദ്ദേഹത്തിന്റെ അടുത്ത് സംസാരിച്ചതിന് ശേഷം എന്നോട് പറഞ്ഞു ഈ ഒന്നാം നമ്പർ ആരാണെന്ന് അന്ന് ഞാൻ ചോദിച്ചു, എല്ലാരോടും ചോദിച്ചു, ഹൂ ഇസ് ദാറ്റ് നമ്പർ 1? സോ യു കെൻ ജസ്റ്റ് നൗ കണക്ട് ദ ഡോട്ട്സ് ബിക്കോസ് തിങ്സ് ആർ വെരി ക്ലിയർ. അന്ന് ഷാജ് കിരൺ പറഞ്ഞു സ്വപ്ന സുരേഷ് പറയുന്നത് പോലെയല്ല, എനിക്ക് MR അജിത് കുമാറിനെ ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ മാത്രമേ അറിയാവൂ. ഇസ് ഇറ്റ് ട്രൂ? നിങ്ങൾ എല്ലാരും മാധ്യമ പ്രവർത്തകരാണല്ലോ. എങ്ങനെയാണ് ഒരു ADGP വിജിലൻസ് ഒരു വ്യക്തിയെ വിളിച്ചിട്ട് പറയുന്നത് സ്വപ്ന സുരേഷിന്റെയും ബാക്കിയുള്ള കാര്യങ്ങളും ഒന്ന് ഒബ്സർവ് ചെയ്യാൻ? അത്രയും ബന്ധവും വിശ്വാസവും ഉണ്ടെങ്കിലല്ലേ അത് നടക്കത്തുള്ളൂ. ഞാനിതെല്ലാം ആദ്യം മുതലേ പറഞ്ഞു വരുന്നതാണ്. റൈറ്റ് ഫ്രം ദ റിലീസ് ഓഫ് ശിവശങ്കർ സാർസ് ബുക്ക് അന്ന് മുതൽ തുടങ്ങിയതാണ് ഞാൻ ഡിക്ലെയർ ചെയ്യാൻ. അന്ന് എന്റെ വക്കീല് ശിവശങ്കർ വക്കീലോ കൃഷ്ണരാജ് വക്കീലോ അല്ല. എന്നെ ആർക്കും അങ്ങനെ ഉപയോഗിച്ചോ മാനിപ്പുലേറ്റ് ചെയ്തോ കാര്യങ്ങൾ ചെയ്യിക്കാനോ പറയിക്കാനോ പറ്റില്ല. ഞാൻ പറഞ്ഞ ഒരു കാര്യം ഇന്നേ വരെ തെറ്റിയിട്ടുമില്ലല്ലോ. ഞാൻ ആരുടെയെങ്കിലും പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വിവാദങ്ങളിലും എല്ലാ കാര്യങ്ങളിലും തെളിവ് അടക്കം വെളിയിൽ വേറെ വഴിയിൽ കൂടി വന്നിട്ടുണ്ട്. സോ ഐ ഡോണ്ട് തിങ്ക് ഐ ഹാവ് ടു ഗിവ് മോർ എക്സ്പ്ലനേഷൻ ഓൺ ദി ഓൾഡ് സ്റ്റോറി. കേരളത്തിൽ നടക്കുന്നത് നോർമലായ ലോയോ ജസ്റ്റിസോ അല്ല. അവിടെ നടക്കുന്നത് പൂർണ്ണമായ ഗുണ്ടായിസമാണ്. ആൻഡ് എന്റെ വീട്ടിൽ വന്ന് ശരത്തിനെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയിട്ട് അതിന്റെ പിന്നാലെ ഇത് പുറത്തായപ്പോഴത്തേക്കും there was a team who came and removed the CCTV visuals from that community. And വിജിലൻസിൽ നമുക്ക് കേസൊന്നുമില്ല. നമ്മളെ ചോദ്യം ചെയ്യാൻ വിളിക്കണമെങ്കിൽ ആരെയും പിടിച്ചുകൊണ്ട് പോയി അവരെ ആക്രമിച്ച് അവരെ കിഡ്നാപ്പ് ചെയ്യുന്ന രീതിയല്ല ഒരു ഓഫീസിനും ഉള്ളത്. നമ്മൾ ഒരുപാട് ഏജൻസീസിന്റെ മുമ്പേ ചോദ്യം ചെയ്യാൻ ഇരുന്നിട്ടുണ്ട്, നമ്മൾ അക്യൂസ്ഡ് ആയിട്ടുണ്ട്, നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു രീതി കേരള പോലീസിന്റെ ഇടയിലും ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്നും നമുക്ക് അനുഭവപ്പെട്ടിട്ടില്ല. അങ്ങനെ ചോദ്യം ചെയ്യണമെങ്കിൽ they have to summon us. So they didn't do anything like that. 164 കൊടുത്തതിന്റെ പിറ്റേന്ന് രാവിലെ ഷാജ് കിരൺ പറഞ്ഞതുപോലെ ശരത്തിന്റെ കിഡ്നാപ്പ് ചെയ്യും, എനിക്കെതിരെ കേസ് വരും. അതെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നടന്നപ്പോ the only person we can understand the truth was ഷാജ് കിരൺ. So I called him and I got tips from him. I got to know exactly what is happening, who is behind it, and he told me very clearly it was MR Ajit Kumar, the then ADGP of Vigilance. അന്ന് വിജിലൻസിന്റെ മേധാവിയായിരുന്ന MR അജിത് കുമാറിന് എന്താണ് സ്വർണ്ണക്കടത്ത് കേസിൽ പങ്ക് എന്നുള്ള ചോദ്യം പലതവണ ഉയർന്നു വന്നതാണ്. ഷാജ് കിരണുമായി സ്വർണ്ണക്കടത്ത് കേസിനെ കുറിച്ച് MR അജിത് കുമാർ സംസാരിക്കുന്നതിന്റെ സ്ക്രീൻഷോട്ടുകൾ അതാണ് ന്യൂസ് 18 പുറത്തുവിടുന്നത്. ഷാജ് കിരൺ തുറന്നു പറയുകയാണ്, MR അജിത് കുമാറുമായിട്ട് തനിക്ക് ബന്ധമുണ്ടായിരുന്നു, സ്വർണ്ണക്കടത്ത് കേസിനെ കുറിച്ചുള്ള ചർച്ചകൾ ഞങ്ങൾ നടത്തിയിരുന്നു, സന്ദേശങ്ങൾ കൈമാറിയിരുന്നു എന്നൊക്കെ. അതുമാത്രമല്ല, സ്വർണ്ണക്കടത്ത് കേസിലൂടെ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞത് MR അജിത് കുമാറിനാണെന്നും ബാക്കിയുള്ളവർക്കെല്ലാം കോട്ടമാണ് ഉണ്ടായിട്ടുള്ളതെന്നും ഷാജ് കിരൺ പറയുകയാണ്. ഇപ്പോൾ ഷാജ് കിരണുമായി സംസാരിച്ച ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, ഈ വിജിലൻസ് മേധാവിയായിരുന്ന സമയത്താണല്ലോ ഇത്രയും കാര്യങ്ങൾ MR അജിത് കുമാർ ചെയ്തത്. അപ്പോൾ ഒരു ചോദ്യം പ്രസക്തമാണല്ലോ, സ്വർണ്ണക്കടത്ത് കേസുമായി എന്ത് ബന്ധമാണ് ഉള്ളത്? അത് അന്വേഷിക്കാൻ വേറെ ടീം ഉണ്ടായിരുന്നുവല്ലോ. മാത്രമല്ല, സരിത്തിനെ അവിടെ നിന്ന് കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകുന്ന രീതിയിലാണ് കൊണ്ടുപോയത്, അതിലും MR അജിത് കുമാറിന് പങ്കുണ്ട്. ഇങ്ങനെ ഒരുപാട് ദുരൂഹതകൾ ഇപ്പോഴും ബാക്കി നിൽക്കുക. ആ സമയത്താണല്ലോ ഇപ്പോൾ ഷാജ് കിരണും അന്ന് ഇതിലൊരു ഇടനിലക്കാരനായിട്ട് പ്രവർത്തിച്ചയാളാണ്. ഷാജ് കിരണിന്റെ ഈ വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത്.